CBSE 2025 നടത്തിയിട്ടുള്ള കമ്പാർട്ട്മെൻറ്റ് എക്സാമാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. CBSE 2025 ലാസ്റ്റായിട്ട് നടത്തിയിട്ടുള്ള എക്സാമാണ്. ഇതിലെ ക്വസ്റ്റ്യൻസ് അത്യാവശ്യം ഒരു സ്റ്റാൻഡേർഡ് ലെവലിലായിരുന്നു, എബോവ് ആവറേജിലാണ് അധികം ക്വസ്റ്റ്യൻസും ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ഇതൊന്ന് ജസ്റ്റ് നോക്കിപ്പോയാൽ ചില A1 ക്വസ്റ്റ്യൻസൊക്കെ ഇതിൽ നിന്ന് ഈ മോഡലിൽ വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ജസ്റ്റ് ഒന്ന് നോക്കിയിട്ട് പോവാം. ഓക്കെ, MCQ നമുക്ക് ഫസ്റ്റ് നോക്കാം. സെക്ഷൻ എയിലെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ദ ഗിവൺ ഫിഗർ ഷോസ് ദ ഗ്രാഫ് ഓഫ് പോളിനോമിയൽ y ഈക്വൽ ടു ax² പ്ലസ് bx പ്ലസ് c. ദെൻ ഇവിടെ നോക്കുക, ഒരു പരാബോളയാണ് തന്നിട്ടുള്ളത്. രണ്ട് ടൈപ്പ് പരാബോളയാണ് നമ്മൾ പഠിക്കുന്നത്. ഒന്ന് ഡൗൺവേർഡ്സും ഒന്ന് അപ്വേർഡ്സും. എപ്പോഴും ശ്രദ്ധിക്കുക, ഡൗൺവേർഡ് ആണെന്നുണ്ടെങ്കിൽ എ നെഗറ്റീവ് ആയിരിക്കും, അപ്വേർഡ് ആണെങ്കിൽ എ പോസിറ്റീവ് ആയിരിക്കും. അതായത് കോഎഫിഷ്യൻ്റ് ഓഫ് x² എന്തായിരിക്കും, നെഗറ്റീവും കോഎഫിഷ്യൻ്റ് ഓഫ് x² പോസിറ്റീവും. ഇവിടെ ഡൗൺവേർഡ് ആണ്, അപ്പോൾ കോഎഫിഷ്യൻ്റ് ഓഫ് x² എ നെഗറ്റീവ് ആണ് വരിക. എ നെഗറ്റീവ് വരണമെന്നുണ്ടെങ്കിൽ എ എന്തായിരിക്കണം, ലെസ് ദാൻ 0 ആയിരിക്കണം. ഓപ്ഷൻ എ ആണ് റൈറ്റ് ആൻസർ. അടുത്ത്, ദ ടോട്ടൽ നമ്പർ ഓഫ് ഫാക്ടേഴ്സ് ഓഫ് സ്ക്വയർ ഓഫ് എ പ്രൈം നമ്പർ ഈസ്. അപ്പോൾ നമ്മൾ ജസ്റ്റ് എന്ത് ചെയ്യുക, പ്രൈം നമ്പറിൻ്റെ സ്ക്വയർ കണ്ടു നോക്കുക. അപ്പോൾ 3 ഒരു പ്രൈം നമ്പറാണ്, 3² 9 ആണ്. 9ൻ്റെ ടോട്ടൽ ഫാക്ടേഴ്സ് എത്രയാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. നമുക്കറിയാം 9ൻ്റെ ഫാക്ടേഴ്സ് 9, 1, 3. ഈ 3 ഫാക്ടേഴ്സാണ്, ഈ 3 ഫാക്ടേഴ്സാണ് കാണാൻ പറ്റുള്ളൂ. അതുകൊണ്ട് ഓപ്ഷൻ സി ആണ് റൈറ്റ് ആൻസർ. ദെൻ ദ വാല്യൂ ഓഫ് കെ ഫോർ വിച്ച് ദ പെയർ ഓഫ് ലീനിയർ ഇക്വേഷൻ k + 1x + 2 × 1 - k = 5. 4y = 3x - 8 ഹാസ് നോ സൊല്യൂഷൻ എന്നാണ് പറഞ്ഞിട്ടുള്ളത്. നോ സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം അത് പാരലലാണ്. പാരലലാണെന്നുണ്ടെങ്കിൽ ഇക്വേഷനിൽ അപ്ലൈ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ കെ നിങ്ങൾക്ക് എന്ത് ചെയ്യുക, ഡയറക്റ്റായിട്ട് കണ്ടുപിടിക്കാൻ പറ്റും. ഇപ്പോൾ ഇവിടെ കൊടുത്തിട്ടുണ്ട് എന്താണ്, k + 1 ആണ് A1, 2 × 1 - k ആണ് A2 കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ കെ എന്ത് ചെയ്യുക, ഓപ്ഷനിൽ നമുക്ക് എന്ത് ചെയ്യാം, എടുക്കാം. 5 ആണ് കെ കിട്ടുക. അപ്ലൈ ചെയ്താൽ നിങ്ങൾക്ക് കറക്റ്റായിട്ട് k = 5 എന്ന് കിട്ടുന്നുണ്ടാവും. ഇനി ദ 6th ടേം ഓഫ് AP ഈസ് √25 7 √75 √147. ഇപ്പോൾ ഇത് പ്രൈം ഫാക്ടറൈസ് ചെയ്താൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും. √27 എന്ന് പറഞ്ഞാൽ 3 √3 ആണ്. √75 എന്ന് പറഞ്ഞാൽ 5 √3 ആണ്. നെക്സ്റ്റ് 7 √3 ആണ്. ഇപ്പോൾ ഇതിൻ്റെ ഒരു ചേഞ്ച് മനസ്സിലായിട്ടുണ്ടാവും. ഡിഫറൻസ് എന്താണ്, 2 ആണ് ആഡ് ചെയ്ത് വരുന്നത്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അടുത്ത 9 √3 ആയിരിക്കും, അടുത്ത 11 √3 ആയിരിക്കും, നെക്സ്റ്റ് 13 √3 ആയിരിക്കും. അപ്പോൾ നമ്മളോട് ചോദിച്ച 6th ടേം ആണ്. 6th ടേം ആണ് 13 √3 ആണ്. 1 2 3 1 2 13 √3 ആണ്. അപ്പോൾ ഇതിൻ്റെ സ്ക്വയർ കണ്ടാൽ മതി, ആൻസർ കിട്ടും. സോ ഇതിൻ്റെ സ്ക്വയർ കണ്ടിട്ട് അത് റൂട്ടിൽ എഴുതി കൊടുക്കുക. 169 × 3 എന്ന് പറയുമ്പോൾ √507 ആയിരിക്കും ആൻസർ. അടുത്ത 5th ക്വസ്റ്റ്യൻ നോക്കുക. ഇവിടെ ഇൻ ദ ഗിവൺ ഫിഗർ PQ and PR are tangent to the circle such that PQ = 7 and angle RPQ = 60 degree. Find the length of the chord QR എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഇപ്പോൾ ഇവിടെ 60 ആയതുകൊണ്ട് ഇത് 7 ആണെങ്കിൽ ഇതും 7 ആണ്. സോ ഇതൊരു ഐസോസിലസ് ട്രയാങ്കിൾ ആണ് നമുക്കറിയാം. ബാക്കി അതുകൊണ്ട് ഈ ആംഗിളും ഈക്വൽ ആണ്. 60 ആയതുകൊണ്ട് ബാക്കി ഇവിടെ 60 ഉണ്ടാവും, ഇവിടെ 60 ഉണ്ടാവും. അതുകൊണ്ട് തന്നെ ഇപ്പോൾ നമുക്ക് ഈ ട്രയാങ്കിൾ കണ്ടപ്പോൾ എന്ത് മനസ്സിലായി, ഇത് ഇക്വലാറ്റർ ട്രയാങ്കിൾ ആണ് ഫോം ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് കോഡിൻ്റെ ലെങ്ത് എന്തായിരിക്കും, 7 ആയിരിക്കും. ഓപ്ഷൻ ബി ആണ് റൈറ്റ് ആൻസർ. ഇനി നെക്സ്റ്റ് 6th ക്വസ്റ്റ്യൻ, റെയ്ന ഈസ് 1.5 meter ടോൾ അറ്റ് ഇൻസ്റ്റൻറ്റ് ഹിസ് ഷേഡോ ഈസ് 1.8 meter ലോങ്. റെയ്ന 1 point, അപ്പോൾ ജസ്റ്റ് നോക്കാം, ഇതാണ് റെയ്ന 1 meter ടോൾ, ഷേഡോ 1.8. അറ്റ് സെയിം ഇൻസ്റ്റൻറ്റ്, സെയിം ടൈമിൽ ദ ഷേഡ് ഓഫ് പോൾ ഈസ്, പോളിൻ്റെ ഷേഡോ 9 ആണ്. ദെൻ ഹൗ ലോങ് ദ പോൾ. അപ്പോൾ നമുക്ക് എക്സ് എന്നെടുക്കാം, പോളിൻ്റെ ലെങ്ത്ത്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇത് രണ്ടും എന്താണ്, സിമിലർ ആണ്. ഈ ആംഗിളും സിമിലർ ആണ്. ഇതും സിമിലർ ആണ്. ഇതും സിമിലർ ആണ്. അപ്പോൾ റേഷ്യോ എഴുതുമ്പോൾ നോക്കി നോക്കാം, x/1.5 = 9/1.8. അപ്പോൾ x = എന്തായിരിക്കും,
9 ഇൻറ്റു 1.5/1.8 ചെയ്താൽ നമുക്ക് കറക്റ്റായിട്ട് ആൻസർ കിട്ടും. 7.5 എന്ന് ആൻസർ കിട്ടും. ഓക്കെ, നെക്സ്റ്റ് ഇതാ പ്രോബിലിറ്റി എന്ന് വന്നിട്ടുള്ളതാണ് 7th ക്വസ്റ്റ്യൻ. കാർഡ് നമ്പേർഡ് 10 to 30 ആർ കെപ്റ്റ് ഇൻ എ ബോക്സ് ആൻഡ് ഷഫിൾഡ് thoroughly. Rohit draws a card at random from the box. The probability that the number on the card is a multiple of 4 or 5. അപ്പോൾ നമുക്ക് ടോട്ടൽ എത്ര നമ്പേഴ്സ് ഉണ്ട് എന്നറിയാം. 10 to 30 എന്ന് പറയുമ്പോൾ 21 കാർഡ് ടോട്ടൽ ഉണ്ട്. ദെൻ ഇവിടെ ചോദിച്ചിട്ടുള്ള എന്താണ്? മൾട്ടിപ്പിൾ ഓഫ് 4. മൾട്ടിപ്പിൾ ഓഫ് 4 10 to 30യിൽ മൾട്ടിപ്പിൾ ഓഫ് 4 ഏതാ? 12, 16, 20, 24, 28. ഇതാണ് മൾട്ടിപ്പിൾ ഓഫ് 4. ഇനി മൾട്ടിപ്പിൾ ഓഫ് 5 ഏതായിരിക്കും? 10, 15, 20 നമ്മൾ ഒരു പ്രാവശ്യം ചെയ്തുകൊണ്ട് എഴുതണ്ട. 25, 30. സോ ഇത് എത്ര നമ്പർ ഉണ്ട്? 1, 2, 3, 4, 5, 6, 7, 8, 9. 9/21 ആയിരിക്കും ആൻസർ. ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. eighth question. M is a point on y-axis at a distance of 4 units from x-axis. It lies below the x-axis. അപ്പോൾ എം എന്ന് പറയുന്നത് ബിലോ ദ x-axis ആണ്. x-axisന് ബിലോ ആണ്, ഡിസ്റ്റൻസ് 4 ആണ്. അപ്പം അങ്ങനെയാണെന്നുണ്ടെങ്കിൽ y എന്തായിരിക്കും? x-axisൻ്റെ താഴെ ആയതുകൊണ്ട് ഇത് y-axisലെ പോയിൻറ്റും ആണ്, എക്സിന് താഴെയാണ്. അപ്പോൾ 0 - 4 ആയിരിക്കും വൈയിലുള്ള പോയിൻറ്റ് എം. ഇനിയോ അവിടെ ഒരു പോയിൻറ്റ് തന്നിട്ട് ക്യൂ തന്നിട്ടുണ്ട്. എത്രയാണ്? 5 - 1. അപ്പോൾ ഇതിൻ്റെ ഡിസ്റ്റൻസ് കണ്ടുപിടിക്കാനാണ് പറഞ്ഞത്. എം ക്യൂ കണ്ടുപിടിക്കണം. √5² പ്ലസ് -4 - 1 എന്ന് പറയുമ്പോൾ അതും -5² തന്നെ വരിക, 5². സോ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ √50 എന്നായിരിക്കും വരിക. 25 + 25 √50 ആണ് റൈറ്റ് ആൻസർ ആയിട്ട് വരിക. 9th ക്വസ്റ്റ്യൻ ട്രിഗണോമെട്രി എന്ന് വന്നിട്ടുള്ളതാണ്. If x equal to p cos cube alpha and y equal to q sin cube alpha, then find the value of x by p all raised to 2/3 plus y by q all raised to 2/3. ഇപ്പോൾ ഇവിടെ ജസ്റ്റ് നോക്കുക. x ഈക്വൽ ടു p cos ക്യൂബ് ആൽഫയാണ്. അതിൽ നിന്ന് നമ്മൾ ജസ്റ്റ് ആ p ഇവിടെ വന്നാൽ x by p ഈക്വൽ ടു cos ക്യൂബ് ആൽഫ. ഇനി അങ്ങനെയാണെങ്കിൽ y by p എന്തായിരിക്കും? ജസ്റ്റ് ആ p ഇവിടെ വന്നാൽ ട്രാൻസ്പോസ് ചെയ്താൽ ഓക്കെ. ഇനി ഇതെന്ത് ചെയ്താൽ മതി? നമുക്ക് ഈ ഇക്വേഷനിലൊന്ന് അപ്ലൈ ചെയ്യാം. എക്സ് ബൈ പിൻ്റെ ഇൻസ്റ്റെഡ് ഓഫ് എക്സ് ബൈ പി എന്ത് കൊടുക്കാം? കോസ് ക്യൂബ് എക്സ് ഓൾ റൈസ് ടു 2/3. ഇനി ഇൻസ്റ്റെഡ് ഓഫ് വൈ ബൈ ക്യൂവിൻ്റെ പകരം വൈ ബൈ പിൻ്റെ പകരം സൈൻ ക്യൂബ് എക്സ് ഓൾ റൈസ് ടു 2/3. എപ്പോഴും ശ്രദ്ധിക്കുക, നമുക്ക് ഈ /3 ഈ ക്യൂബും കട്ടാക്കാം, ഇതും കട്ടാക്കാം. അപ്പോൾ എന്തായിരിക്കും കിട്ടുക? cos² x പ്ലസ് sin² x എന്നായിരിക്കും. അതെന്തായിരിക്കും? 1 ആണ് ഓപ്ഷൻ വരിക. നെക്സ്റ്റ് 10th ക്വസ്റ്റ്യൻ. ഇൻ ദ ഗിവൺ ഫിഗർ എ സർക്കിൾ ഈസ് ഇൻസ്ക്രൈബ്ഡ് ട്രയാങ്കിൾ ABC ടച്ചസ് റെസ്പെക്റ്റീവ്ലി AB BC CA XYZ റെസ്പെക്റ്റീവ്ലി. ഇവിടെ പറഞ്ഞിട്ടുണ്ട് AB 12 ആണ്, AY 8 ആണ്. അപ്പോൾ AXും 8 ആണ്. AB കംപ്ലീറ്റ് 12 ആണ്. അപ്പോൾ ഇവിടെ 4 ആണ്, ഇവിടെ 4 ആണ്. CY 6 ആണ്, അപ്പോൾ ഇവിടെയും 6 ആണ്. അപ്പോൾ ചോദിച്ചിട്ടുള്ള ലെങ്ത് ഓഫ് BC എന്നാണ്. ദെൻ 6 + 4 = 10 സെൻറ്റിമീറ്റർ ആയിരിക്കും BCയുടെ ലെങ്ത് വരുന്നത്. നെക്സ്റ്റ് 11th ക്വസ്റ്റ്യൻ അരിത്തമെറ്റിക് പ്രോഗ്രഷനിലാണ്. സിമ്പിളാണ്. ദ സം ഓഫ് ഫസ്റ്റ് n ടേംസ് ഓഫ് AP ഈസ് 2n² + 5n. ഫൈൻഡ് ദ കോമൺ ഡിഫറൻസ്. ശ്രദ്ധിച്ചോ, MCQയിൽ ഇങ്ങനൊന്ന് വരികയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ സം ഓഫ് n ടേംസ് ആണ്, അതിൻ്റെ n² കൂടെയുള്ള കോഎഫിഷ്യൻറ്റിൻ്റെ ഡബിൾ ആയിരിക്കും കോമൺ ഡിഫറൻസ്. n² കൂടെ 2 ആണ്, അതിൻ്റെ ഡബിൾ 4 ആണ് കോമൺ ഡിഫറൻസ് ആയിട്ട് വരിക. നെക്സ്റ്റ് നോക്കുക. ദ ന്യൂമറിക്കൽ വാല്യൂ ഓഫ് ഏരിയ ഓഫ് എ സർക്കിൾ ഈസ് ഈക്വൽ ടു ദാറ്റ് ഓഫ് ദ പെരിമീറ്റർ ഓഫ് എ സെമി സർക്കുലർ ഡിസ്ക് ബോത്ത് ഹാവിങ് ഈക്വൽ റേഡിയസ്. ദ റേഡിയസ് ഈസ് ഡാഷ് എന്നാണ് ചോദിച്ചത്. അപ്പോൾ ഇവിടെ ഏരിയ ഓഫ് എ സർക്കിൾ ഈസ് ഈക്വൽ ടു പെരിമീറ്റർ ഓഫ് സെമി സർക്കുലർ ഡിസ്ക് ആണ്. അപ്പോൾ ഏരിയ ഓഫ് സർക്കിൾ എന്ന് പറഞ്ഞാൽ πr² ആണ്, ഈക്വൽ ടു സെമി സർക്കുലർ ഡിസ്ക് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം 2πr/2 ആണ് സെമി സർക്കിൾ. അതിൻ്റെ പെരിമീറ്ററിൽ 2r കൂടി ആഡ് ചെയ്യണം.
അപ്പോൾ എന്തായിരിക്കും കിട്ടുന്നുണ്ടാവുക? 2 2 കട്ടാക്കിയാൽ പൈ ആർ സ്ക്വയർ ഈക്വൽ ടു പൈ ആർ പ്ലസ് 2r ആണ് കിട്ടുക. ഇനി നമുക്ക് റേഡിയസ് കോമൺ ആക്കി എടുത്താൽ പൈ പ്ലസ് 2 എന്ന് കിട്ടും. ഇനി ഇവിടുത്തെ ആറും ക്യാൻസൽ ചെയ്യാം. ഈ പൈ അവിടെ പോയാൽ ആർ ഈക്വൽ ടു പൈ പ്ലസ് 2 ബൈ പൈ എന്ന് കിട്ടും. അപ്പോൾ ഓപ്ഷൻ സി ആണ് റൈറ്റ് ആൻസർ. ഇനി ഇവിടെ കൊടുത്തിട്ടുണ്ട് 13 2 dice are thrown simultaneously and the product of the numbers appearing on top is product to be less than 6 എന്നാണ് പറഞ്ഞത്. പ്രൊഡക്റ്റ് ലെസ് ദാൻ 6 ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ നോക്കുക, ടോട്ടൽ 2 dice ആണ്, ഈ 36 ഔട്ട്കംസ് ഉണ്ടാവും. അതിൽ പ്രൊഡക്റ്റ് ലെസ് ദാൻ 6 എന്ന് പറഞ്ഞാൽ 1 1 വരാം. ലെസ് ദാൻ 6 ആണ് പ്രൊഡക്റ്റ്, 1 × 1 1 ആണ്. ഇനി 2 2 വരാം, അത്രേ വരാൻ പറ്റുള്ളൂ. നെക്സ്റ്റ് 1 2 വരാം, 2 1 വരാം. നെക്സ്റ്റ് 1 3 വരാം, 3 1 വരാം. നെക്സ്റ്റ് 1 4 വരാം, 4 1 വരാം. നെക്സ്റ്റ് 1 5 വരാം, 5 1 വരാം. ഇത്രേ വരാൻ പറ്റുള്ളൂ. ടോട്ടൽ 2 2 2 2 2 ഇത്രയായിരിക്കും വരുന്നുണ്ടാവും. 1 2 3 4 5 6 1 2 3 4 5 6 7 8 9 10 10/36 എന്ന് വരും. ആൻസർ 10/36. കട്ട് ചെയ്താൽ 5/18 എന്ന് കിട്ടും. ഓപ്ഷൻ സി ആണ് റൈറ്റ് ആൻസർ ആയിട്ട് വരിക. ജസ്റ്റ് ഒന്ന് എഴുതി നോക്കിയാൽ തന്നെ നമുക്ക് ആൻസർ കിട്ടും. നെക്സ്റ്റ് 14 എന്താണ്? ഫൈൻഡ് ദ വാല്യൂ ഓഫ് tan alpha by tan beta ഫോളോയിങ് ഡയഗ്രാം. RS ഈസ് ടു SQ. RS ഇവിടെ പറയുന്ന 1 ആണ്, SQ 2 ആണ്. അപ്പോൾ സാധാ പോലെ ഞാൻ ഈ ഹൈറ്റ് എന്ത് ചെയ്തു? എച്ച് എടുത്തു. അപ്പോൾ നമുക്ക് tan ആൽഫ ബൈ ടാൻ ബീറ്റ എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ടാൻ ആൽഫ എന്ന് പറഞ്ഞാൽ ഇത് നോക്കുക, ഇതാ ഈ ട്രയാങ്കിൾ ജസ്റ്റ് ഒന്ന് കൺസിഡർ ചെയ്യുക. ടാൻ ആൽഫേൻ്റെ ഓപ്പോസിറ്റ് എച്ച് ആണ്, അഡ്ജസൻറ്റ് 1 ആണ്. അപ്പോൾ എന്തെങ്കിലും കിട്ടുക? h/1. ഇനി ബീറ്റ് എടുക്കുമ്പോൾ ബീറ്റിൻ്റെ ഓപ്പോസിറ്റ് സൈഡ് എന്താ നോക്കുക? ഓപ്പോസിറ്റ് എച്ച് ആണ്, അഡ്ജസൻറ്റ് 1 + 2 എന്ന് പറഞ്ഞാൽ 3 ആണ്. സോ h/3 എന്താവും? ഒന്ന് ജസ്റ്റ് ക്രോസ് ചെയ്യുക. ക്രോസ് ചെയ്യുന്ന സമയത്ത് h/1 × 3/h വരും. രണ്ടും കട്ടാക്കാം. h എന്താക്കാം? കട്ടാക്കാം. കട്ടാക്കുന്ന സമയത്ത് 3 ആണ് ആൻസർ ആയിട്ട് വരിക അല്ലേ? 3/1 3. ഓപ്ഷൻ സി ആണ് ആൻസർ ആയിട്ട് വരുന്നത്. അപ്പോൾ ഇങ്ങനത്തെ കേസിലൊക്കെ കറക്റ്റായിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക? റേഷ്യോ ഇട്ടിട്ട് ഒന്ന് ട്രിഗണോമെട്രി അപ്ലൈ ചെയ്ത് നോക്കുക. സിമ്പിളായിട്ടുള്ള ക്വസ്റ്റ്യനാണ്. അടുത്ത് നോക്കുക 15th ക്വസ്റ്റ്യൻ. A-4 5 സിയും കൊടുത്തിട്ടുണ്ട്. ആ 2 ഓപ്പോസിറ്റ് വേർട്ടിസസ് ഓഫ് എ പാരലോഗ്രാം. അപ്പോൾ നമുക്കൊരു പാരലോഗ്രാം വരച്ച് നോക്കാം. പാരലോഗ്രാമിൻ്റെ ഓപ്പോസിറ്റ് വേർട്ടിസസ് ആണ് കൊടുത്തിട്ടുള്ളത്. എ ആൻഡ് സി. A-4 5 ആണ്. ദെൻ സി എത്രയാണ്? 8 2 ആണ്. അപ്പോൾ എ സി ഇങ്ങനെ ജസ്റ്റ് വരയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ എ സി ഇങ്ങനെ വരച്ചിട്ടുണ്ട്. എ സി വരയ്ക്കുന്ന സമയത്ത് ഇറ്റ്സ് ഡയഗണൽ ഇൻ്റർസെക്റ്റ് അറ്റ് പി. അപ്പോൾ ഇൻ്റർസെക്റ്റ് ചെയ്യുന്ന പോയിൻ്റ്, ഡയഗണൽ ഇൻ്റർസെക്റ്റ് ചെയ്യുന്ന പോയിൻ്റ് എന്ന് പറഞ്ഞാൽ മിഡ് പോയിൻ്റ് ആണ്. നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ പഠിച്ചിരുന്നു മിഡ് പോയിൻ്റ് ആണ് അല്ലേ? ഫൈൻഡ് ദ റിലേഷൻ ബിറ്റ്വീൻ എ ആൻഡ് ബി എന്നാണ് ചോദിച്ചത്. അപ്പോൾ എ കണ്ടുപിടിക്കാൻ നമുക്കറിയാം മിഡ് പോയിൻ്റ് എടുത്താൽ മതി. എ കണ്ടുപിടിക്കാൻ എന്താ ചെയ്യേണ്ടത്? എക്സ് സം ഓഫ് എക്സിൻ്റെ ഹാഫ് എടുക്കുക. -4 + 8/2. അപ്പോൾ എന്ത് കിട്ടും? -4 + 8 പറഞ്ഞാൽ 4/2 -2 എന്നാണ് കിട്ടുക. ഇനിയോ 4/2 2 ആണ് കിട്ടുക അല്ലേ? 4/2 2 ആണ്. ഇനി ബി എന്താ കിട്ടുന്നുണ്ടാവുക? ബി 5 + 7/2. 5 + 2 7 ആണ്. /2 പറഞ്ഞാൽ 7.5 പറഞ്ഞാൽ 3.5 എന്നായിരിക്കും കിട്ടുന്നുണ്ടാവുക. അപ്പോൾ ഇങ്ങനെയാണെന്നുണ്ടെങ്കിൽ എന്തായിരിക്കും ആൻസർ വരിക എന്നുള്ളതാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഇത് തമ്മിൽ എത്ര ഡിഫറൻസ് ഉള്ളത് എന്നുള്ളത് നോക്കിയാൽ മതി. എത്രയായിരിക്കും ഡിഫറൻസ് വരുന്നത്? 3.5ഉം എയും എന്തായിരിക്കും ഡിഫറൻസ് എത്രയാണ് വരുന്നത് എന്നുള്ളതൊന്ന് ജസ്റ്റ് ചെക്ക് ചെയ്ത് നോക്കിയാൽ മതി. എത്രയാണ് ഇവിടെ ഓപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്? ഡിഫറൻസ് 1.5 ആണ്. അപ്പോൾ നമുക്കറിയാം എ പ്ലസ് 1.5 അല്ലേ? എ 2 ആണ്. ബീൻ്റെ അടുത്ത് എത്തണമെന്നുണ്ടെങ്കിൽ ബി എത്തണമെന്നുണ്ടെങ്കിൽ എൻ്റെ കൂടെ എന്ത് ചെയ്യണം? 1.5 ആഡ് ചെയ്യണം. അപ്പോൾ ഓപ്ഷൻ ഏതായിരിക്കും? ഓപ്ഷൻ ബി ആണ് റൈറ്റ് ആൻസർ ആയിട്ട് വരുന്നത്. ഇനി ഇഫ് ദ പെരിമീറ്റർ ഓഫ് എ, അത്യാവശ്യം നല്ല സ്റ്റാൻഡേർഡുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഇതിലെ അധികം ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. 16th ക്വസ്റ്റ്യൻ. ഇഫ് ദ പെരിമീറ്റർ ഓഫ് എ സ്ക്വയർ ഈസ് ഈക്വൽ ടു ദാറ്റ് ഓഫ്, ഇഫ് ദ
പെരിമീറ്റർ ഓഫ് എ സ്ക്വയർ ഈസ് ഈക്വൽ ടു ദാറ്റ് ഓഫ് സർക്കിൾ ദെൻ ദ റേഷ്യോ ഓഫ് ദെയർ ഏരിയാസ് എന്നാണ് പറഞ്ഞത്. പെരിമീറ്റർ ഓഫ് എ സ്ക്വയർ ഈസ് ഈക്വൽ ടു, പെരിമീറ്റർ എന്ന് പറഞ്ഞാൽ സൈഡ് നമുക്ക് എ എടുക്കാം, അപ്പോൾ 4a ആണ് പെരിമീറ്റർ, ഈക്വൽ ടു സർക്കിളിൻ്റെ പെരിമീറ്റർ മീൻസ് 2πr ആണ്. സോ അങ്ങനെയാണെങ്കിൽ എ ഈക്വൽ ടു എന്ത് കിട്ടും, 2πr/2 എന്ന് കിട്ടും. അപ്പോൾ എന്താണ്, πr ആണ് എന്ത് കിട്ടുന്നുണ്ടാവും, 2πr/4, അപ്പോൾ πr/2 ആണ് ഏരിയ സർക്കിളിൻ്റെ ഒരു സൈഡ് കിട്ടുന്നത്. ഇനി നമ്മളോട് ചോദിച്ച റേഷ്യോ ഓഫ് ദെയർ ഏരിയാസ് ആണ്. അപ്പോൾ സ്ക്വയറിൻ്റെ ഏരിയ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും, സ്ക്വയറിൻ്റെ ഏരിയ a² ആണ്, സർക്കിളിൻ്റെ ഏരിയ πr² ആണ്. ഇപ്പോൾ a² അവിടെ നമുക്ക് എന്ത് കൊടുക്കാം, a എന്ന് പറഞ്ഞാൽ πr/2 ആണ്. അപ്പോൾ πr/2 2/πr² എന്ന് വരും. അപ്പോൾ എന്തായിരിക്കും കിട്ടുന്നുണ്ടാവുക, πr² പറഞ്ഞാൽ π²r²/4/πr². നമുക്ക് എന്ത് ചെയ്യാം, പൈയും കട്ട് ചെയ്യാം, r²ഉം കട്ട് ചെയ്യാം. അപ്പോൾ എന്തായിരിക്കും കിട്ടുന്നുണ്ടാവുക റേഷ്യോ, π/4 ആണ് റേഷ്യോ കിട്ടുക. അപ്പോൾ അതിൻ്റെ വാല്യൂ ഒന്ന് കൊടുക്കാം. എന്താ അതിൻ്റെ വാല്യൂ, 22/7/4 ആണ്. അപ്പോൾ ഈ 4ഉം 22ഉം കട്ട് ചെയ്താൽ എന്തെങ്കിലും വരിക, 22/7 × 4 വരും. ഇത് രണ്ടും കട്ട് ചെയ്താൽ 11/7 × 2 വരും. അപ്പോൾ എന്തെങ്കിലും കിട്ടുക 11/14, 11:14 എന്ന് വരും. ഓപ്ഷൻ ബി ആണ് റൈറ്റ് ആൻസർ. അതാണ് കറക്റ്റായിട്ട് വരുന്ന ആൻസർ. ഓക്കെ, ഇനി 17th ക്വസ്റ്റ്യൻ നോക്കുക. ദ ലെങ്ത് ഓഫ് ദ സ്ട്രിങ് ഓഫ് എ കൈറ്റ് ഫ്ലൈയിങ് 50 മീറ്റർ എബവ് ദ ഗ്രൗണ്ട് വിത്ത് ആൻ എലവേഷൻ ഓഫ് 60 ഡിഗ്രി അല്ലേ. അപ്പോൾ സ്ട്രിങ്ങിൻ്റെ ലെങ്ത്താണ് കണ്ടുപിടിക്കാൻ പറഞ്ഞത്. അപ്പോൾ നമുക്കൊരു റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ വരക്കാം. സ്ട്രിങ്ങിൻ്റെ ലെങ്ത്ത് എക്സ് ആക്കി എടുക്കാം. ഇനി ഇവിടെ നോക്കുക, എന്താ ഹൈറ്റ് 30, ഇത് 60 ഡിഗ്രി ആണ്. അപ്പോൾ നമുക്ക് സൈൻ 60 ഡിഗ്രി എടുത്താൽ എന്ത് ചെയ്യും, ഓപ്പോസിറ്റ് ഹൈപ്പോട്ടന്യൂസ് കിട്ടും. സൈൻ 60 ഡിഗ്രി എടുത്താൽ ഓപ്പോസിറ്റ്/എക്സ് കൊടുത്താൽ എന്ത് കിട്ടും, എക്സ് ഈക്വൽ ടു 100/√3 എന്ന് കിട്ടും. ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത്, 100/√3. അടുത്ത്, ദർ ഇസ് എ സ്ക്വയർ ലോൺ ഓഫ് ഇൻസൈഡ് 8 മീറ്റർ ഇൻസൈഡ് എ rectangular park of radius 20 meter. Joseph want to plant a sapling in the park. The probability that he can plant it outside the lawn. ലോണിൻ്റെ ഔട്ട്സൈഡ് ആണ്, ഇതാണ് ഔട്ട്സൈഡ് ആയിട്ട് വരുന്ന പ്ലേസസ്. അപ്പോൾ ആദ്യം നമുക്ക് ഇൻസൈഡ് എന്താണ് പ്രോബിലിറ്റി നോക്കാം, എന്നിട്ട് നമുക്ക് ഔട്ട്സൈഡ് കാണാം. അപ്പോൾ ഇൻസൈഡ് എന്താണ് പ്രോബിലിറ്റി, ഇൻസൈഡ് കാണണമെന്നുണ്ടെങ്കിൽ ഏരിയ ഓഫ് സ്ക്വയർ ബൈ ഏരിയ ഓഫ് സർക്കിൾ കണ്ടാൽ മതി. അപ്പോൾ ഏരിയ ഓഫ് സ്ക്വയർ എന്ന് പറഞ്ഞാൽ 8 × 8 ആണ്. ഏരിയ ഓഫ് സർക്കിൾ പറഞ്ഞാൽ πr² എന്ന് വരും. πr², പൈ റേഡിയസ് 20 ആണ്, 20². അപ്പോൾ എന്തെങ്കിലും 64/400π ആയിരിക്കും എന്ത് നമുക്ക് കിട്ടുന്ന ഇൻസൈഡ് ദ ലോൺ കിട്ടുക. ബട്ട് ഇവിടെ ചോദിച്ചിട്ടുള്ളത് ഔട്ട്സൈഡ് ദ ലോൺ ആണ്. അപ്പോൾ 1 - 64/400 ചെയ്താൽ മതി. അപ്പോൾ എന്ത് കിട്ടും, 400π - 64/400 എന്ന് കിട്ടും. അപ്പോൾ ഓപ്ഷൻ ഏതാണ്, ഓപ്ഷൻ സി ആയിരിക്കും റൈറ്റ് ആൻസർ ആയിട്ട് വരുന്നത്. ഓപ്ഷൻ ഡി ആണ് റൈറ്റ് ആൻസർ ആയിട്ട് വരുന്നുണ്ടാവുക. ഇനി അസേർഷൻ റീസൺ ആണ്. അസേർഷൻ റീസൺ ഒക്കെ അത്യാവശ്യം നല്ല ക്വസ്റ്റ്യൻ തന്നെയാണ്. ഇൻ ദ ഗിവൺ ഫിഗർ എ ടോയ് ഈസ് ഇൻ ദ ഫോം ഓഫ് എ സിലിണ്ടർ സർമൗണ്ടഡ് ബൈ എ ഹെമിസ്ഫിയർ ഓഫ് സെയിം റേഡിയസ്. ഇഫ് ദ റേഡിയസ് ഓഫ് സിലിണ്ടർ ഈസ് 3 centimeter and height is 7, then the volume of toy is 81π എന്നാണ് പറഞ്ഞിട്ടുള്ളത്. നമുക്ക് ജസ്റ്റ് നോക്കാം വോളിയം എന്താ കിട്ടുന്നത്. വോളിയം കിട്ടണമെന്നുണ്ടെങ്കിൽ ഇവിടെ എന്ത് ചെയ്യണം, വോളിയം ഓഫ് ടോയ് കിട്ടണമെന്നുണ്ടെങ്കിൽ വോളിയം ഓഫ് ഹെമിസ്ഫിയർ പ്ലസ് വോളിയം ഓഫ് സിലിണ്ടർ ചെയ്താലേ കിട്ടുള്ളൂ. അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ വോളിയം ഓഫ് ഹെമിസ്ഫിയർ എന്താ, വോളിയം ഓഫ് ഹെമിസ്ഫിയർ 2/3 πr³ ആണ്. പൈ ആർ എന്താണ്, റേഡിയസ് ഇവിടെ 3 ആണ്. അപ്പോൾ 3 × 3 പ്ലസ് വോളിയം ഓഫ് സിലിണ്ടർ πr² ആണ്. പൈ × ആർ എന്തായിരുന്നു, ആർ 3 ആണ്. അപ്പോൾ 3² × 7 എന്ന് കിട്ടും. നമുക്ക് ഈ 3ഉം 3ഉം കട്ടാക്കാം. 2 × 3 9 × 18π പ്ലസ് 9 × 7 63π എന്ന് കിട്ടും. സോ ഇത് രണ്ടും ആഡ് ചെയ്താൽ 81π. അപ്പോൾ അസേർഷൻ എന്താണ്, കറക്റ്റ് ആണ്. റീസൺ എന്താ, ദ വോളിയം ഓഫ് ദ ഗിവൺ സോളിഡ് ഈസ് ഇൻ ദ സം ഓഫ്
ദ വോളിയം ഓഫ് സിലിണ്ടർ ആൻഡ് വോളിയം ഓഫ് ഹെമിസ്ഫിയർ. റീസണും കറക്റ്റാണ്. അപ്പോൾ ഓപ്ഷൻ എന്താണ്? ഓപ്ഷൻ എ ഇസ് ദ റൈറ്റ് ആൻസർ. ഇനി അടുത്ത് നോക്കുക, ദ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ 20th ക്വസ്റ്റ്യൻ. ദ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ എക്സ് സ്ക്വയർ പ്ലസ് 4x പ്ലസ് 5 = 0. നമുക്ക് എന്ത് ചെയ്താൽ മതി? ആസ് റിയൽ റൂട്ട്. അപ്പോൾ നാച്ചുറൽ ഓഫ് റൂട്ട്സ് കാണാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്താൽ മതി? ബി സ്ക്വയർ മൈനസ് 4ac ചെയ്താൽ മതി. ബി സ്ക്വയർ എന്ന് പറഞ്ഞാൽ 4 സ്ക്വയർ മൈനസ് 4 ഇൻറ്റു എ ഇൻറ്റു സി ചെയ്യുമ്പോൾ 16 മൈനസ് 20 എന്ന് പറയുമ്പോൾ -4 ആണ്. സോ അത് നോ റിയൽ റൂട്ടാണ്. അപ്പോൾ അസേർഷൻ റോങ് ആണ്. അസേർഷൻ റോങ് ആണെങ്കിൽ മറ്റുള്ളൊന്ന് വായിച്ചു നോക്കിയാൽ മതി. റീസൺ കറക്റ്റ് ആയിരിക്കും. ഓപ്ഷൻ സി ആയിരിക്കും കറക്റ്റ്. ഡി ആയിരിക്കും ഓപ്ഷൻ കറക്റ്റായിട്ട് വരുന്നത്. അസേർഷൻ ഇതും റീസണ് ട്രൂ ആയിട്ടും വരുന്ന ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആൻസർ.